സംസ്ഥാനത്ത് ഇപ്പോൾ മാധ്യമങ്ങൾ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു വിവാദമുണ്ട്. ആ വിവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിസഭയിൽ സംസ്ഥാനത്തെ LDF മന്ത്രിസഭയിൽ ഭിന്നത എന്നതാണ് ആ വിവാദം. ആ വിവാദത്തിന് സാധൂകരിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനമാണ്. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം വന്നില്ല. പിന്നെ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഉദ്ഘാടനം ചെയ്തത്. അത് മന്ത്രിസഭയിലെ ഭിന്നത മൂലമാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നില്ല എന്ന്, ഭിന്നത ഇല്ല എന്ന് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രി P രാജീവും എക്സൈസ് ലോക്കൽ ബോഡീസ് മന്ത്രി MP രാജേഷും പറഞ്ഞിട്ട് മാധ്യമങ്ങൾ ഇതുവരെ വിട്ടിട്ടില്ല. അതിന് പ്രധാനമായി പറയുന്ന കാര്യം വെച്ചാൽ പൊതുമരാമത്ത് വകുപ്പ് ആ പദ്ധതിയുടെ ക്രെഡിറ്റ് പൂർണ്ണമായി അടിച്ചെടുത്തു എന്നുള്ള വ്യാജ ആരോപണമാണ് മാധ്യമങ്ങൾ ഉന്നയിക്കുന്നത്. സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ഇതിന് പിന്നിലുണ്ട്. മാത്രമല്ല സ്ഥിരം സാമൂഹ്യ മാധ്യമ ചാനലുകളും ഇതിന് പിന്നിൽ ഇറങ്ങിയിട്ടുണ്ട്. മറുനാടനെ പോലുള്ള സാമൂഹ്യ മാധ്യമ ചാനലുകൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് സമയം ഒഴിഞ്ഞു വെക്കുന്നുണ്ട്. തുടങ്ങി വെച്ചത് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള വാർത്താ ചാനലാണ് എന്ന കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരു ആവശ്യവുമില്ലാതെ വാർത്തയ്ക്ക് വേണ്ടി ശൂന്യതയിൽ നിന്ന് ഇല്ലാത്തൊരു വിവാദം അവർ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ കൂട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സുപ്രധാനമൊരു കാര്യമുണ്ട്. അത് ഈ സ്മാർട്ട് റോഡുകളുടെ ക്രെഡിറ്റ് ആർക്ക് എന്നുള്ളതാണ്. BJPക്കാർ പറയുന്നത് മോദി തങ്ങൾക്ക് തന്നതാണ് എന്നാണ്. മോദിയുടെ ഫണ്ട് കൊണ്ടാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി നടന്നത്. അതുകൊണ്ട് മോദിയുടേതാണ്, അല്ലാതെ സംസ്ഥാന സർക്കാരിന് യാതൊരു പങ്കുമില്ല എന്ന് തുടർച്ചയായിട്ട് സ്ഥാപിച്ചെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ വ്യക്തമായ പങ്കാളിത്തത്തോടെയാണ് ഈ പരിപാടി നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയുകയും ചെയ്യും. എന്നാൽ പോലും BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ഇത് മോദിയുടെ പരിപാടിയാണ്, മോദി തന്നതാണെന്ന് പറഞ്ഞു തീർക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും രണ്ട് കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ശൂന്യത സൃഷ്ടിച്ചെടുത്ത ഒരു വിവാദം, അത് മന്ത്രിസഭയിലെ ഭിന്നത. അതിനൊപ്പം തന്നെ ഈ സ്മാർട്ട് റോഡുകളുടെ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിനാണ് എന്നുള്ളത്. ഈ രണ്ടും തെറ്റാണ്. അതിൽ മന്ത്രിസഭയിൽ ഭിന്നതയില്ലെന്ന കാര്യം മന്ത്രിമാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാമത്തത്, റോഡ് കേന്ദ്ര സർക്കാർ തന്നതാണോ എന്ന്. അതിനെക്കുറിച്ച് മാതൃഭൂമി ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമിയുടെ ഓൺലൈനകത്ത് ആ വാർത്ത വന്നിട്ടുണ്ട്. വാർത്തയുടെ തലക്കെട്ട് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: കേന്ദ്രം, തദ്ദേശം, കോർപ്പറേഷൻ ഫണ്ട് വിഹിതം, ഇങ്ങനെ സ്മാർട്ട് റോഡിൻ്റെ ക്രെഡിറ്റ് ശരിക്കും ആർക്ക് എന്ന തലക്കെട്ടിലൂടെയാണ് ആ വാർത്ത. ആ വാർത്തയുടെ ആദ്യ പാരഗ്രാഫിനകത്ത് സംസ്ഥാനത്ത് ഇപ്പോൾ മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്ത ആ വിവാദത്തെക്കുറിച്ചാണ്. അത് കഴിഞ്ഞ ശേഷം ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. കേന്ദ്ര ഫണ്ടിന് പുറമെ തദ്ദേശ വകുപ്പിൻ്റെയും കോർപ്പറേഷൻ്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് നഗര റോഡുകൾ നവീകരിച്ചത്. കോർപ്പറേഷൻ റോഡുകൾക്ക് പുറമെ പൊതുമരാമത്ത് റോഡുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെ പറയുകയാണ്, സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തുല്യവിഹിതമാണ് ചെലവാക്കുന്നത്. 32.5% വീതമാണ് കേന്ദ്ര സംസ്ഥാന ഗ്രാൻറ്റ്. 16.9% കേന്ദ്ര പദ്ധതികളുടെ ഭാഗമായ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ വിനിയോഗിക്കും. 8.8% തദ്ദേശ സ്ഥാപനത്തിൻ്റെ വിഹിതം. PPP മാതൃകയിൽ 9.3% കണ്ടെത്താമെന്ന് പറഞ്ഞാണ് വാർത്ത. നമ്മുടെ സംസ്ഥാനമാണ് കേരളമായതുകൊണ്ട് PPP മാതൃക വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 9.3% PPP മാതൃക കണ്ടെത്തേണ്ട സാധനം അതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് വഹിച്ചിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വിഹിതം ഏകദേശം 20%-ഓളമായി വരുന്നത്. ബാക്കിയാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 50%-ന് മുകളിൽ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേരളമാണ് വഹിക്കുന്നത്. കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാരും കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും. അപ്പോൾ പിന്നെ ഇതെങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നതാണ്? കേന്ദ്ര സർക്കാർ പകുതി കാശ് മാത്രമല്ലേ തരുന്നുള്ളൂ. പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടായിരുന്നെങ്കിൽ ഇത് മോദി തന്നെന്ന് പരസ്യമായിട്ട് പറഞ്ഞേനെ. പക്ഷേ പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടല്ല. മാത്രമല്ല ഇതേ ശ്രദ്ധേയമായ കാര്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്മാർട്ട് റോഡ്, ഏറ്റവും നീളം കൂടിയ സ്മാർട്ട് റോഡ് ഇപ്പോൾ തിരുവനന്തപുരത്താണ്. നേരത്തെ വിജയവാഡയിലായിരുന്ന റോഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ റോഡ് ഇപ്പോൾ തിരുവനന്തപുരത്താണ്. അതുകൂടി ഉൾപ്പെട്ടതാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി തിരുവനന്തപുരത്തുള്ളത്. അതിൻ്റെ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിന് മാത്രമാണ് എന്ന് പറയുന്നത് പരിപൂർണമായ വിഡ്ഢിത്തമാണ്. ആ വിഡ്ഢിത്തതയാണ് ഇപ്പോൾ പരസ്യമായിട്ട് മാതൃഭൂമിയുടെ ഓൺലൈൻ തുറന്ന് കാട്ടിയത്. സുപ്രധാനമായ കാര്യമാണ്, മാതൃഭൂമി തന്നെ പറഞ്ഞു എന്നുള്ളതാണ് ഇതിപ്പോൾ ചേർത്ത് വായിക്കാനുള്ള ഏറ്റവും സുപ്രധാനമായ കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷന് സംസ്ഥാനത്തെ മുൻനിര മാധ്യമ മുത്തശ്ശി ഒരു പണി കൊടുത്തിരിക്കുകയാണ് എന്നർത്ഥം. മാത്രവുമല്ല, മുൻ മേയറായിരുന്ന VK പ്രശാന്തിൻ്റെ പ്രതികരണം കൂടി അവർ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട്. അതിൽ പ്രശാന്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തദ്ദേശ വകുപ്പും ചേർന്നുള്ള സംയുക്ത പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി.
500 കോടി വീതം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നൽകണം. ബാക്കി തുക തദ്ദേശ വകുപ്പാണ് കണ്ടെത്തുന്നത്. ബജറ്റിൻ്റെ ഷെയറിൽ നിന്നാണ് സംസ്ഥാന സർക്കാർ 500 കോടി നൽകുന്നത്. സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റിൽ കേന്ദ്രം 500 കോടി അനുവദിക്കും. 1543 കോടിക്കാണ് എൻ്റെ സമയത്ത് പ്രൊജക്റ്റ് അപ്രൂവ് ആകുന്നത്. പിന്നീട് തുകയിൽ മാറ്റം വന്നു. തദ്ദേശ വകുപ്പിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം കൂട്ടുമ്പോൾ കൂടുതൽ തുക ചിലവാക്കുന്ന സംസ്ഥാനമാണ്. PPP മാതൃകയ്ക്ക് കേരളത്തിൽ സാധ്യത കുറവായതുകൊണ്ട് ഇവിടെ നടപ്പിലാക്കിയിട്ടില്ലെന്നും VK പ്രശാന്ത് മാതൃഭൂമിയോട് വ്യക്തമാക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ നിലവിലത്തെ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ്റെ പ്രതികരണം കൂടി മാതൃഭൂമി ഉൾപ്പെടുത്തുന്നുണ്ട്. 500 കോടി കേന്ദ്രം നൽകുമ്പോൾ സംസ്ഥാനം 635 കോടി ചെലവാക്കുന്നുണ്ടെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത്. 500 കോടി സംസ്ഥാന സർക്കാരും 135 കോടി രൂപ നഗരസഭ വഹിക്കണം. മാത്രമല്ല ഇതിന് പുറമെ എന്തെങ്കിലും അധിക ചെലവ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എസ്റ്റിമേറ്റ് ആയിട്ടുള്ള 1135 കോടി രൂപയ്ക്ക് മുകളിൽ എന്തെങ്കിലും ചെലവ് വന്നു കഴിഞ്ഞാൽ അതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഹിക്കണമെന്നാണ് നിലവിലത്തെ നിയമപ്രകാരം ഉള്ളത്. അപ്പോൾ ആ തുകയും വഹിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്, എന്ന് വെച്ചാൽ കേരളമാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കേന്ദ്രത്തിൻ്റെക്കാൾ കൂടുതൽ തുക സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി ചെലവാക്കുന്നത് സംസ്ഥാനമാണ്, സംസ്ഥാനത്തെ സ്ഥാപനങ്ങളാണ്. സംസ്ഥാന സർക്കാരും സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷനുമാണ്. അപ്പോൾ പിന്നെ ഇതെങ്ങനെയാണ് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാവുന്നത്? അത് വ്യക്തമാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിനെ മറ്റ് വിവാദത്തിൻ്റെ പേരിൽ മന്ത്രിസഭയിൽ ഭിന്നതയുള്ള വിവാദത്തെ വെച്ച് മറയ്ക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് സംസ്ഥാന സർക്കാരിന് ക്രെഡിറ്റ് കിട്ടേണ്ട ഒരു കാര്യത്തെ മറച്ച് കാണിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂട്ടിച്ചേർക്കാം. എന്തൊക്കെയായാലും BJPക്കാർക്ക് നല്ലൊരു ഉഗ്രം പണിയാണ് ഇപ്പോൾ മാതൃഭൂമിയുടെ ഓൺലൈനകത്ത് വന്ന വാർത്ത കൊടുത്തിട്ടുള്ളത്. അത് പ്രകാരം സ്മാർട്ട് സിറ്റി പദ്ധതി മോദിയുടേതല്ല, സംസ്ഥാന സർക്കാരിൻ്റെ തന്നെയാണ്. സംസ്ഥാന സർക്കാരാണ് ഏറ്റവും കൂടുതൽ, സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നില്ല, കേരളമാണ് ഏറ്റവും കൂടുതൽ തുക അതിൽ ചിലവാക്കുന്ന. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും തദ്ദേശ വകുപ്പും ചേർന്നാണ്. കേന്ദ്രം തുക ചിലവാക്കുന്നുണ്ട്, ചിലവാക്കുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ കണക്കുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും, ശതമാനം പരിശോധിക്കുമ്പോഴത്തേക്കും സംസ്ഥാനമാണ് മുന്നിൽ ഉള്ളത്.